നമസ്കാരം. ഈ വരുന്ന ഓഗസ്റ്റ് മാസം ചിത്തിര അവസാന 30 നാഴിക, ചോതി, വിശാഖം ആദ്യ 45 നാഴിക ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായി വളരെ നേട്ടമുണ്ടാകും. ഒട്ടേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കും. മനസ്സിൻ്റെ അഭീഷ്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കാനായിട്ട് അവസരമുണ്ടാകും. കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വലിയ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. കച്ചവട രംഗം കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. പുതിയ മേഖലകളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനുള്ള സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ് രംഗത്തെ കൂടുതൽ വിശാലമായി വ്യാപിപ്പിക്കുന്നതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. ഇതിലൂടെ കൂടുതൽ വിപുലമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. അന്യദേശങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്യുന്നവർക്കും നേട്ടങ്ങളുണ്ടാകും. തങ്ങളുടെ കർമ്മരംഗത്തെ വിപുലീകരിക്കാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും അനുഭവപ്പെടാം. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും പാസ്സാകാൻ അനുകൂലമായിരിക്കുന്നതായ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് ഒരുങ്ങുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് അതിനുവേണ്ടി പഠനവും മറ്റ് പരിശീലനങ്ങളും നടത്തുന്നവർക്കും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടി പല വഴിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അതിനുള്ള പല സഹായങ്ങളും ലഭിക്കുകയും പല വഴികളിലൂടെ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ തൊഴിൽ രംഗത്തെ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് പല വഴികളിലൂടെയുള്ള സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാർഷിക രംഗത്തും കലാകായിക രംഗത്തുമുള്ളവർക്കെല്ലാം അനുകൂല മാറ്റങ്ങളാണ് വരുന്നത്. ശരിയായ രീതിയിൽ നിങ്ങളുടെ തന്നെ രാശി ചിന്തിച്ച് വേണ്ടത് ചെയ്യുക.